പണ്ട് മാംടി എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ജന്മത്താൽ തന്നെ ശിവഭക്തനായിരുന്ന മാംടി ശിവപൂജയിൽ മുഴുകി. തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അങ്ങനെയിരിക്കെ മാംടി വിവാഹിതനായി. വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങൾ ചെന്നിട്ട് മാംടിക്ക് സന്താനഭാഗ്യമുണ്ടായില്ല. ദുഃഖപരിഹാരാർത്ഥം ബ്രാഹ്മണൻ ശിവനെ തപസ് ചെയ്തു തുടങ്ങി. മാംടിയുടെ തപസ് 1000 ദിവ്യവർഷങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ പ്രസന്നനായ ഭഗവാൻ അവന് പ്രത്യക്ഷനായി. ഭക്ത, നിന്റെ ഏത് ഇംഗിതമാണ് ഞാൻ പൂർത്തിയാക്കേണ്ടത്? പരമേശ്വരൻ അന്വേഷിച്ചു. ഉമാപതി, ജന്മലാൽ തന്നെ അവിടുത്തെ പാദരവിന്ദത്തെ മാത്രം ഭജിച്ചു കഴിയുന്ന എന്നെയും ഇനിയും അവിടുന്ന് പരീക്ഷിക്കരുതേ. ദേവേശ്വര, ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ആപത്കരമായ പും എന്ന നരകത്തിൽ എനിക്ക് പ്രവേശനം ലഭിക്കാതിരിക്കുവാൻ അവിടുന്ന് മാത്രമാണ് ആശ്രയം. ദേവ, എൻ്റെ പുത്രമോഹത്തെ അങ്ങ് ശമിപ്പിച്ചാലും പ്രഭു, മാംടി അപേക്ഷിച്ചു. ബ്രാഹ്മണ, നിന്റെ ദുഃഖത്തിന് ശാശ്വത പരിഹാരം നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിന്റെ ഭക്തിക്കും നിഷ്കളങ്കതയ്ക്കും ആചാരനിഷ്ഠകൾക്കും അനുയോജ്യയായ ഒരു പുത്രൻ ജനിക്കുന്നതായി എന്ന് ശിവൻ അനുഗ്രഹിച്ചു. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് പരമശിവൻ അപ്രത്യക്ഷനായി. അധികം താമസിയാതെ തന്നെ മാംടിയുടെ പത്നി ഗർഭവതിയായി തീർന്നു. ശിവപൂജയിൽ നിന്നും തനിക്ക് പിറക്കുവാൻ പോകുന്ന ഓമന പൈതലിനെയും പ്രതീക്ഷിച്ച് മാംടി ദിനങ്ങൾ ചെലവിട്ടു. പക്ഷേ വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും മാംടിയുടെ പത്നി പ്രസവിച്ചില്ല. ദുഃഖിതനായ മാംടി ഒരു നാൾ ഗർഭസ്ഥ ശിശുവിനോട് ചോദിച്ചു, പുത്ര, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇത്രയും അമാന്തിക്കുന്നത് എന്തിന്? നിന്നെ കാണുന്നുള്ള ആശയാൽ നിങ്ങൾ യുഗങ്ങളാകുന്നു. എന്നെയും നിന്റെ പ്രിയ മാതാവിനെയും ഇത്രയേറെ ദുഃഖിപ്പിക്കുന്നത് എന്തിനാണ്? മകനെ, ഞങ്ങൾ എന്തെങ്കിലും അവിഹിതം പ്രവർത്തിച്ചു? പിതാവേ, മാംടിയെയും പത്നിയെയും അമ്പരിപ്പിച്ചുകൊണ്ട് ശിശു പറഞ്ഞു തുടങ്ങി. എൻ്റെ പ്രിയ പിതാവും മാതാവും എന്ത് തെറ്റാണ് എന്നോട് ചെയ്യുക? അത്തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ കൊടിയ പാപമാണെന്ന് അറിവുള്ളതല്ലേ? അച്ഛാ, ഇന്ന് പ്രപഞ്ചമാകെ നേരിടുന്ന കൊടിയൊരു ആപത്തിനെ ഭയന്നാണ് ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ അഭയം തേടുന്നത്. മകനെ, നിന്നെ ആകുലനാക്കുന്നത് എന്താണ്? ഉണ്ണി, നിന്റെ ഏതു ഭയാശങ്കകൾക്കും സമാധാനം നൽകുവാനല്ലേ അച്ഛൻ്റെ നിയോഗം? പറയൂ പുത്ര. മാംടി മകനെ സമാധാനിപ്പിച്ചു. അച്ഛാ, അങ്ങയ്ക്ക് കാലമാർഗൻ എന്ന അസുരനെക്കുറിച്ച് അറിവില്ല. ക്രൂരനായ അവനെ ഞാൻ മരണത്തെക്കാളേറെ ഭയക്കുന്നു. അവൻ്റെ സാന്നിധ്യമുള്ള ദേശം പാപാങ്കിലുമാണ്. ജന്മത്താൽ തന്നെ കളങ്കപ്പെടുക ദുര്യോഗമാണ്. അച്ഛാ, കാലമാർഗൻ്റെ വധത്തിനു ശേഷം മാത്രമേ ഞാൻ പിറക്കുകയുള്ളൂ. ശിശു തൻ്റെ ഭയം കാരണം അറിയിച്ചു. മാംടി ചിന്താവിവശനായി തീർന്നു. മകൻ്റെ വാദ തീർത്ത് ന്യായമാണ്. ഭയചീതനായ തൻ്റെ പുത്രൻ്റെ ഭയാശങ്കകൾ മാറ്റി അവൻ്റെ ജന്മത്തിനെ കളമൊരുക്കുവാൻ എന്താണ് ഉപാധി? നാഥ, അവിടുന്ന് വ്യസനിക്കുന്നത് എന്തിന്? കാരുണ്യ സിന്ധുവായ കൈലാസനാഥൻ്റെ കടാക്ഷത്താലാണ് നമുക്ക് പുത്രനെ ലഭിച്ചത്. ആ ദേവൻ തന്നെ അവന് ഭാവിയിലും തുണയായിരിക്കും. അതിനാൽ അങ്ങ് പരമേശ്വരൻ്റെ സഹായം തേടുക. ഗർഭാവരത്താൽ തളർന്ന മാംടി പത്നി ഭർത്താവിനെ ഉപദേശിച്ചു. ഭാര്യയുടെ അഭിപ്രായം വ്യക്തമാണെന്ന് മനസ്സിലാക്കിയ മാംടി ഉടൻ തന്നെ ശിവതപസ്സിൽ മുഴുകി. തൻ്റെ തപസ്സിൽ സംപ്രീതനായി പ്രത്യക്ഷനായ ഭഗവാനോട് മാംടി വൃത്താന്തമെല്ലാം അറിയിച്ചു. പ്രഭു, അവിടുത്തെ അനുഗ്രഹത്താൽ എൻ്റെ ഭക്തി ഗർഭവതിയായി മാറി. എന്നാൽ ദേവ, അവൾ ഗർഭം ധരിച്ചിട്ട് 4 കൊല്ലക്കാലം കഴിഞ്ഞു. ഇനിയും പ്രസവ സമയം സമാഗതമായില്ല. അതേക്കുറിച്ച് ഗർഭസ്ഥ ശിശു നൽകിയ വിവരണം എന്നെ അധീനതയിലാക്കിയിരിക്കും. ദേവാധിപ, കാലമാർഗൻ എന്ന അസുരനെ ഭയന്നാണ് എൻ്റെ മകൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുവാൻ മടിക്കുന്നത്. അവനെ ഞങ്ങൾ കിട്ടുവാൻ എന്താണ് ഉപാധി? അവിടുന്ന് പറഞ്ഞാൽ മാംടി തൻ്റെ ദുഃഖം ഭഗവാനെ അറിയിച്ചു. ഭഗവാൻ ചിന്താമഗ്നനായി തീർന്നു. അതിനുശേഷം അദ്ദേഹം മാംടിയെ ഉപദേശിച്ചു. മാംടി, നിന്റെ പുത്രൻ ഇപ്പോൾ കേവലം ശിശു മാത്രമാണ്. അവന് ജ്ഞാനം ഉദിച്ചിട്ടില്ല. അവന് ജ്ഞാനോപദേശം നൽകേണ്ടത് നിന്റെ കർത്തവ്യമാണ്. ജ്ഞാനോപദേശം ലഭിച്ചാൽ അവൻ പുറത്തു വരുന്നതായിരിക്കും. മാംടി ആശ്വാസത്തോടെ സ്വഗൃഹത്തിലേക്ക് നടന്നു. അനന്തരം അദ്ദേഹം തൻ്റെ പത്നിയോട് കുളിച്ച് ശുദ്ധിയായി വരുവാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്തുവന്ന് അവരെ ധർമ്മപ്പുല്ല് തിരിച്ച് കിടക്കയിൽ കിടത്തി. മാംടി ഗർഭസ്ഥ ശിശുവിനെ ജ്ഞാനോപദേശം ചെയ്തു തുടങ്ങി. ഉണ്ണി, ലോകം നിന്റെ ഭയത്തിൽ അസ്ഥാനത്താണ്. പാപഗ്രസ്തമായിക്കുമ്പോഴും നാം നന്മ മാത്രമാണ് അനുഷ്ഠിക്കുന്നുള്ളൂ എങ്കിൽ ഈശ്വരകടാക്ഷം നമ്മിലുണ്ടാവും. മരണത്തെ ഭയന്നൊരുവൻ ജന്മത്തെ നിഷേധിക്കുന്നത് ധർമ്മവിരുദ്ധമാണ്. മകനെ, നമുക്ക് ലഭിച്ച ജീവിതം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലാണ് ഒരുവന്റെ സത്യസത്യങ്ങൾ. കാലമാർഗേനെ ഭയന്ന് പുറത്തു വരുവാൻ പഠിക്കുന്ന നീ യഥാർത്ഥത്തിൽ ദൈവഹിതത്തെ എതിർക്കുകയാണ്. ഉണ്ണി, ഈശ്വരച്ചയെ നിഷേധിക്കുവാൻ നമുക്ക് കഴിവുണ്ടോ? ഒടുവിൽ ആത്മസംതൃപ്തിയോടെ ഗർഭസ്ഥ ശിശു പുറത്തു വന്നു. അവൻ സംസ്കാരാദി കർമ്മങ്ങൾ ശേഷം ശിവാനുഷ്ഠാനങ്ങൾ മൊഴി. ബാലന്റെ അനുഷ്ഠാനങ്ങളിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷനായി പ്രകാരം അനുഗ്രഹിച്ചു. ഉണ്ണി, നീ കാലമാർഗനെയും അതിജീവിച്ചിരിക്കും. ജ്ഞാനലബ്ധിക്ക് ശേഷം പുറത്തു വന്ന നീ ശ്രേഷ്ഠനുമാണ്. ദുഷ്ടനായ കാലമാർഗനെ അതിജീവിച്ച നിന്നെ ഞാൻ മഹാകാലൻ എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഭക്തി സമ്പൂർണമായ മനസ്സോടെ മഹാകാലൻ ആ വാക്കുകൾ കേട്ടുനിന്നു. അവൻ്റെ നാവിൽ നിന്നും ഭഗവത് സ്തോത്രങ്ങൾ പ്രവഹിച്ചു. അടുത്ത് കാവേരി നദി ഭൂമിയിൽ ജനിച്ച കഥയാണ് തുടരും.